നാശമേ ഉള്ളൂ മൊത്തത്തിൽ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നമുക്കൊരു 3 ലക്ഷം രൂപേന്റെ വാഴ ഉണ്ടായിരുന്നു, അത് മൊത്തം നശിപ്പിച്ചാണ്. ആകെ കിട്ടിയ ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. 3 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ തരുള്ളൂ. ആരും ഇവിടെ തെന്നി നോക്കൂല, അന്വേഷിക്കൂല. ഇവിടുത്തെ ദുരന്തം എന്താന്ന് ഇവരാരും മനസ്സിലാക്കൂല. കേരളത്തില് ഇത് ഇനി ഒരിക്കലും ഈ സർക്കാർ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത്രമാത്രം ഭരണം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സമയമുള്ളത്. കർഷകരാണ് നട്ടെല്ല്, കർഷകനാണ് പ്രധാനമെന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയുമാണ്. പക്ഷെ ഇപ്പോ ഒരു കാര്യം വരുന്ന സമയത്ത് കർഷകരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇയാൾ എന്തുണ്ടാക്കിയാൽ ഇത് കണ്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവരൊന്നും പാർട്ടി നോക്കി സംസാരിക്കുന്നതല്ല, പാർട്ടിയുടെ കൊടി നോക്കി സംസാരിക്കുന്നതല്ല, കഷ്ടപ്പാടുകൾ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് പാവങ്ങൾ. അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങൾ ഈ ഒരു ഭരണകൂടം നിൽക്കാൻ. കുറേ ഈ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വെറുത്ത് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക സുഹൃത്തുക്കൾ, എന്താണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങൾ തന്നെ തീരുമാനിച്ചാലുള്ള മാറ്റങ്ങൾ വരുള്ളൂ.